ചട്ടോരി തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നെ അവൾ ചിന്തിക്കാൻ തുടങ്ങി, എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും മണ്ടന്മാരാക്കി അവരുടെയൊക്കെ മാമ്പഴങ്ങൾ മോഷ്ടിച്ചാലോ എന്ന്. അതെ, നെറ്റ്കട്ട് കുരങ്ങച്ച, ബോണി നിന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാ. ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാം. നീ എന്റെ വീടൊന്ന് നോക്കണേ. വീടിനകത്ത് മാമ്പഴമുണ്ട്. അത് വല്ല പക്ഷികളും വന്ന് എടുത്തോണ്ട് പോകും. ആ, തീർച്ചയായിട്ടും. ചട്ടോരി നട്ട്കട്ട് കുരങ്ങച്ചന്റെ മുഴുവൻ മാമ്പഴങ്ങളും എടുത്തോണ്ട് പോകുന്നു. അപ്പോഴേക്കും നട്ട്കട്ട് കുരങ്ങച്ചൻ ബോണിയുടെ അടുത്തെത്തുന്നു. ബോണി, നീ എന്നെ വിളിച്ചിരുന്നോ? ചട്ടോരി അങ്ങനെ വന്ന് പറഞ്ഞല്ലോ. ഇല്ല കുരങ്ങച്ച, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ നിന്റെ വീട് അങ്ങനെ തുറന്നിട്ട് വന്നത്? അങ്ങനെയല്ല, അവിടെ ചട്ടോരിയുണ്ട്. നിന്റെ വീട്ടിൽ മാമ്പഴം ഒന്നും ഇല്ലല്ലോ അല്ലേ? ആ, ഉണ്ടല്ലോ. നട്ട്കട്ടി കുരങ്ങച്ച, ഇപ്പോ നിന്റെ മാമ്പഴങ്ങളെല്ലാം ചട്ടോരി എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അവൾക്ക് വല്ലാത്ത കുബുദ്ധിയാണ്. ഇപ്പോഴാണെങ്കിൽ മോഷ്ടിക്കാനും തുടങ്ങി. അവള് മാമ്പഴത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും. അവർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടുത്തെ മാങ്ങകളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു.